വലിയ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് പരമോന്നത ബഹുമതി കിട്ടുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താ പറയണ്ടേ, ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. അതിന് ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് 10 മണിക്ക്. ഓക്കെ. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിയുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ അങ്ങേ അഭിനന്ദനം? അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു. മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക താങ്കൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം എന്ന തരത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനോട്, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക്. ഓക്കെ, താങ്ക് യു. അടൂർ ഗോപാലന് ശേഷം താങ്കളിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളം. ഓക്കെ. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആകട്ടെ. ഓക്കെ, ഉണ്ടേ. പിന്നെ മോഹൻലാൽ ഇപ്പോൾ പോവുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ വിമാനത്താവളത്തിൽ രാവിലെ എത്തി ഇപ്പോൾ പോവുകയാണ്. എളമക്കരയിൽ അമ്മയെ കാണാനാണ് ആദ്യം പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ പോവുകയാണ്. 23-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിലാകും മോഹൻലാലിനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കുക. അതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്നലെ ചെന്നൈയിലായിരുന്നു. ഇന്ന് എറണാകുളത്തെത്തി നേരെ എളമക്കരയിലെ അമ്മയെ കാണാനാണ്, എളമക്കരയിലെ വീട്ടിലേക്കാണ് അമ്മയെ കാണാനായി പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോകും. ഇന്ന് രാവിലെ 10:30 എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് അദ്ദേഹം വിശദമായ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മലയാള സിനിമയിൽ ഈ കാലഘട്ടം അത്രയും 48 വർഷം മുഴുവൻ തനിക്കൊപ്പം നടന്ന സുഹൃത്തുക്കളെയും സംവിധായകരെയും കൂടെ ഉണ്ടായിരുന്ന അഭിനയിച്ചവരെ എല്ലാവരെയും ഓർക്കുന്നു, വീട്ടുകാരെ ഓർക്കുന്നു, കുടുംബത്തെ ഓർക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇനിയും ഇതുപോലുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിലേക്ക് എത്തട്ടെ, മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു ഈ പുരസ്കാരം എന്നാണ് മോഹൻലാൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ വിമാനമിറങ്ങിയിരിക്കുന്നു. വളരെ സന്തോഷവാനായി അദ്ദേഹം എത്തിയിരിക്കുന്നു. മലയാളിയെ സംബന്ധിച്ചുള്ള ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം, ആ മുഹൂർത്തം സമ്മാനിച്ച മോഹൻലാൽ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 10:30 അദ്ദേഹം വിശദമായി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും.